ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇത് നമ്മുടെ ഉമൽ ഖോയിനിലെ സൂ ആണ്. അപ്പം നമുക്ക് സൂയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. നമുക്കിവിടെ ആനിമൽസിനെ ഫീഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ നമ്മൾ ഇവിടുന്ന് കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ജിറാഫിനും പിന്നെ ആടും മാനും ഒക്കെ ഉണ്ടല്ലോ, നമുക്കതിനെയൊക്കെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ. നമ്മളെ കൊച്ചു പിള്ളേരെയൊക്കെ കൊണ്ടല്ലേ വരുന്നത്, അപ്പം അവർക്കിതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ ആനിമൽസിനെയൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾ വലിയവർക്കും നല്ല രസമാണ്. എനിക്ക് പക്ഷെ നല്ല പേടിയുണ്ടായിരുന്നു. നിന്നെ കടിച്ച് തിന്നാഞ്ഞത് കാര്യമായി. കൊടുക്ക രക്ഷേ, ഇങ്ങോട്ട് നോക്കിയേ. വലിയ ചൂടില്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ നടന്ന് കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ചെറിയൊരു തണുപ്പുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ഒട്ടകപ്പക്ഷിയുടെ ഒക്കെ ഒരു ഏരിയ വന്ന് എനിക്ക് ടോട്ടലി എല്ലാത്തിനും നല്ല പേടിയാണ് കേട്ടോ. ഒട്ടകപ്പക്ഷി എടുക്കുക, നമ്മൾ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ തലയെ കൊത്തുകയും ഒക്കെ ചെയ്യുമെന്ന് കേട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ കണ്ടിട്ട് വന്നപ്പം ഇവിടെ നല്ല അരയന്നങ്ങളും നല്ലൊരു പോണ്ടും നല്ല ഭംഗിയുള്ള ഒരു ഏരിയ കേട്ടോ. നമ്മൾ സാധാരണ സൂ കാണുന്ന പോലെ അത്ര തിരക്കും ആളുണ്ടെങ്കിലും കുറേ ഏരിയ ഉള്ളതുകൊണ്ട് വലിയ തിരക്കും ബഹളവും ഇല്ല. പിന്നെ ഈ പറഞ്ഞ കൂട്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ, ഈ അരയന്നങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ പിള്ളേരുടെ മടിയിലൊക്കെ വെക്കാനും അങ്ങനെയൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം നല്ല ഭംഗിയാണ്. ഇവിടെ വന്നിട്ട് എനിക്കിതാ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണേ, ഈ ഒരു മക്കാവിനെ എടുത്ത് നമ്മുടെ ദേഹത്തൊക്കെ വെക്കുന്നത്. എന്ത് ഭംഗിയാണെന്നറിയാവോ. സത്യത്തിൽ എനിക്ക് ഇതിലത്തെ ഒരെണ്ണം തന്നെ കിട്ടിയായിരുന്നെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകാന്ന് വെച്ച് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രസമാണേ. നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ കൊത്തുകയും മാന്തുകയൊക്കെ ചെയ്യും, തലയിൽ കയറി മാന്തുകയൊക്കെ ചെയ്യും. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് സൂവിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടം. എനിക്ക് മാത്രമല്ല, ദക്ഷയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും സൂ കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നോർമലി സൂവിൽ പോയി എങ്ങനെ നമ്മളെല്ലാത്തിനെയും കണ്ടിട്ട് വീട്ടിൽ പോവുകയാണ്. ഇവിടെ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് എല്ലാത്തിനെയും അടുത്തിങ്ങനെ കാണാൻ പറ്റും, തൊടാൻ പറ്റും, ഇങ്ങനെ നമുക്ക് ദേഹത്ത് വെക്കാൻ പറ്റും. അതൊക്കെ നല്ല രസമാണ്. ഇവിടെ നമ്മൾ ദുബായ് സഫാരി പോയപ്പോഴാണെങ്കിലും പിന്നെ ഷാർജയിലൊരു സൂ പോലുണ്ട്, അവിടെ പോയപ്പോഴും ഒക്കെ പക്ഷെ നമുക്ക് കണ്ടിട്ട് വരാമെന്നല്ലാണ്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ലായിരുന്നു. കൊള്ളാവോ? ഒരിടത്തെടുത്ത് പോക്കറ്റ് വെച്ചു വീട്ടിൽ കൊണ്ടോ. അതൊക്കെ എന്നെ പിടിച്ചു കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഒരേ സമയം അതിശയവും അതുപോലെ തന്നെ സങ്കടവും തോന്നിയ ഒന്ന് രണ്ട് കാഴ്ചകളിൽ ഒന്നാണ് ഇത്. ഒരു കടുവയാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. നമ്മൾ ഇത്ര അടുത്ത് ഇങ്ങനെ കടുവയൊക്കെ ഇങ്ങനെ സൂ പോകുമ്പോൾ ഇങ്ങനെ കിടക്കുന്നതാണ് കാണുന്നത്. ഇങ്ങനെ കൊണ്ടുപോകുന്നതൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ കാണുന്നത്. അപ്പം എനിക്കൊരു വിഷമവും തോന്നി. അനുസരണയുള്ളൊരു പട്ടിക്കുട്ടിയുടെ കൂട്ടാണ് പോകുന്നത്. പിന്നെ ഇവിടെ ഈ കിടക്കുന്നത് ഒരു സിംഹമാണ്. അപ്പോൾ അതിനെ ആണെങ്കിൽ ഇങ്ങനെ ചങ്ങലയിൽ പൂട്ടിയിട്ടേക്കുന്ന കാണുമ്പോഴത്തേക്ക് നമുക്കൊരു വിഷമം തോന്നും. ഇവിടെ ദക്ഷയുടെ ഫീഡിങ് പരിപാടി കഴിഞ്ഞിട്ടില്ല. ബാലൻസ് ഉണ്ടായിരുന്ന പുല്ലൊക്കെ ഇവിടെയൊക്കെ ആമയ്ക്കൊക്കെ കൊടുത്തു തീർക്കുവാണ് ആ ചാട്ടി. നമുക്ക് ഈ കടുവയുടെയും സിംഹത്തിൻ്റെ ഒക്കെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. അതിനൊക്കെ പക്ഷെ നല്ല റേറ്റ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള പരിപാടിക്കൊന്നും മുതിരുന്നില്ല. കാരണം നമുക്ക് കാണുക, പോകുക, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ഫോട്ടോ എടുത്താൽ മതി. കൂടെ വന്ന് ഫോട്ടോ എടുക്കാനുള്ള ധൈര്യവും ഇല്ല.
പക്ഷെ കേറിയിരുന്നോ? പക്ഷെ പേടിക്കണ്ട കേട്ടോ, ധൈര്യമായിട്ടിരുന്നോ, നല്ലപോലെ പിടിച്ചിരുന്നോ. ഓക്കെ, അമ്മച്ചിന്റെ അച്ഛനും വീട് ഉണ്ടേ. ഓക്കെ ഓക്കെ, നല്ലപോലെ ഇരുന്നോ. കണ്ണാടി എടുക്കണോ? ബൈ. അടിപൊളി. മേടിച്ചു ഇതുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. പോസ് ജസ്റ്റ് വൺ. തീർന്നടാ. ഇല്ല, കഴിഞ്ഞു. ഇല്ല, ഇറങ്ങിക്കോ. ഇവിടെ രാവിലെ വന്നിടം മുതൽ കേൾക്കും. എങ്ങനെയുണ്ടായിരുന്നു? പക്ഷെ ഇങ്ങോട്ട് വന്നേ, എങ്ങനെയുണ്ടായിരുന്നു? പേടിച്ചു പോയോ? ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ട്. എന്തായാലും ക്യാമൽ റൈഡിങ് കഴിഞ്ഞല്ലോ. കൊടുക്ക്. നമ്മൾ ഏകദേശം രാവിലെ വന്ന് കയറിയതാണ് ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ ഇതാ ഈവനിങ് ആയി. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കണ്ടു കഴിഞ്ഞു. ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വരുമ്പോൾ ഫുഡൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് ഇവിടുത്തെ കുതിരയും കാര്യങ്ങളൊക്കെയാണ്. നമ്മളതെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചിറങ്ങാനുള്ള ടൈമായി. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. കാരണം ഈ തണുപ്പ് കാലം തുടങ്ങുമ്പോഴത്തേക്കാണല്ലോ സൂവിലും ഒക്കെ ആളുകളെല്ലാം, ഗാർഡനിലും പാർക്കിലും എല്ലാം ആളുകൾ നല്ല തിരക്ക് വരുന്നത്. അല്ലാത്ത ടൈമിലെല്ലാം നമ്മൾ മാളിലായിരിക്കും. കാരണം അമ്മാതിരി ചൂടല്ലേ. നമുക്ക് പകലൊന്നും ചൂടുകൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റത്തില്ല, അമ്മാതിരി ചൂടാണ്. അപ്പോൾ ഇനിയിപ്പോൾ നവംബറായി, ഇനി ഒരു മാർച്ച് വരെയൊക്കെ ഇവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മാളിലേക്കൊക്കെ തന്നെ പോകും. പക്ഷെ എനിക്കാണെങ്കിൽ മാളിലൊന്നും പോയി കറങ്ങുന്ന വലിയ ഇഷ്ടമല്ല കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര മടുപ്പാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ മാളിലൊന്നും കയറിയിട്ട് സാധനങ്ങളൊന്നും വാങ്ങാറില്ല. അത്യാവശ്യം നല്ല പിശിക്കുകയാണേ. അപ്പോൾ മാളിലങ്ങ് കയറിയിട്ട് അങ്ങനെ ഷോപ്പിംഗ് ഒന്നും ഞാൻ അങ്ങനെ ചെയ്യാറേയില്ല. ഇവിടെ വന്നിട്ട് 6-7 വർഷത്തിനിടയ്ക്ക് ചിലപ്പോൾ 1-2 തവണയായിരിക്കും മാളിലൊക്കെ കയറി ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ ഷിജുവിനും ദക്ഷയ്ക്കും ഒക്കെ മാളിലൊക്കെ പോയിട്ട് എന്തെങ്കിലും ഈ ഐസ്ക്രീം, ഡോണറ്റ്, പേസ്ട്രി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കഴിക്കാൻ രണ്ടുപേർക്കും നല്ല ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ എപ്പോഴും മാളിൽ ഏറ്റവും കൂടുതൽ പോകാറുള്ളത് സിനിമ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ വാങ്ങിക്കാറുണ്ട്. ആണോ? അപ്പൊ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഉമൽഖോയിൻ സൂയിലെ കാഴ്ചകൾ. കുറെ ഉണ്ടായിരുന്നേ, ഞാനിങ്ങനെ ഒന്ന് ചെറുതാക്കി എടുത്തതാണ്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.